SFIക്കാരുടെ ഓർത്തഡോക്സ് ശവസംസ്കാരം. കാലടി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസിന് എതിരായി SFIക്കാർ സമരം തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു മാസത്തോളം ആകുന്നു. അതിനിടെ കഴിഞ്ഞ 13-ാം തീയതി സിസ തോമസ് സിൻഡിക്കേറ്റ് യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അവർക്കെതിരെ SFIക്കാരുടെ ആക്രമണ ശ്രമമുണ്ടായി. അതിലൊക്കെ ഉപരിയായി ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത് സിസ തോമസിനെ പ്രതീകാത്മകമായി ശവസംസ്കാരം നടത്തിയ SFIക്കാരുടെ നടപടിയാണ്. സിസ തോമസ് യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെടുന്ന ആളാണല്ലോ. അതുകൊണ്ട് തന്നെ ആ പ്രതീകാത്മകമായിട്ടുള്ള ശവസംസ്കാര ചടങ്ങിൽ SFIക്കാർ ആലപിച്ചത് ഓർത്തഡോക്സ് സഭയുടെ മരണാനന്തര ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ആലപിക്കുന്ന ഗാനമാണ്. ആ ഗാനം റെക്കോർഡ് ചെയ്തുകൊണ്ടുവന്ന് പ്രതീകാത്മകമായിട്ടുള്ള ശവസംസ്കാര ചടങ്ങിൽ കേൾപ്പിക്കുകയായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, എന്ത് പ്രാകൃതമായിട്ടുള്ള നടപടിയാണ്. ഒരു സ്ത്രീയുടെ, അതും ഒരു വൈസ് ചാൻസലറായിട്ടുള്ള ഒരു സ്ത്രീയുടെ അവരുടെ പ്രതീകാത്മകമായ ശവസംസ്കാരം നടത്തിക്കൊണ്ട് അവരുടെ മതത്തിൽ എങ്ങനെയാണോ മരണാനന്തര ശുശ്രൂഷ നടത്തുന്നത് ആ ശുശ്രൂഷ ഗാനങ്ങൾ റെക്കോർഡ് ചെയ്തുകൊണ്ടുവന്ന് കേൾപ്പിച്ചിട്ട് ആ റെക്കോർഡ് ചെയ്തുകൊണ്ടുവന്ന ആ ശവസംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട ഗാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രതീകാത്മകമായി ശവസംസ്കാരം നടത്തുക എന്തൊരു പ്രാകൃതമായ നടപടിയാണിത്. എങ്ങനെയാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം ഇത്തരമൊരു സമരരീതിയെ അംഗീകരിക്കാൻ കഴിയുന്നത്? ഇതിനു മുൻപും SFIക്കാർ ഇത്തരം നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രിൻസിപ്പാളിനെ പ്രതീകാത്മകമായി അവരുടെ റീത്ത് വെക്കുക, ഇങ്ങനെ നിരവധി മരണാനന്തര ചടങ്ങുകളാണ് SFIക്കാർ നടത്തിയിട്ടുള്ളത്. നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാട്ടും. അതിലെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ സിസ തോമസിനെ പ്രതീകാത്മകമായി ശവസംസ്കാരം നടത്തിയ നടപടി. അവരുടെ സഭയുടെ മരണാനന്തര ശുശ്രൂഷകൾ റെക്കോർഡ് ചെയ്തുകൊണ്ടുവന്ന് കേൾപ്പിക്കുകയായിരുന്നു. എന്തൊരു ആഭാസമാണ്! ഇങ്ങനെയാണോ വിദ്യാർത്ഥികൾ പെരുമാറേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തു പറയാൻ കഴിയും? കാലഹരണപ്പെട്ട അപരിഷ്കൃതമായിട്ടുള്ള സമര രീതികളാണ് ഇപ്പോഴും SFIക്കാർ നടത്തി വരുന്നത്. റോഡിലിറങ്ങി കല്ലേറ് നടത്തുക, റോഡിലിറങ്ങി ജനങ്ങളുടെ പൊതു ഗതാഗത സമരത്തോട് സമരം. കഴിഞ്ഞ 10 വർഷം മിണ്ടാതിരുന്ന ആൾക്കാരാണിതെന്ന് ഓർക്കണം. സിസ തോമസിനെ ഗവർണറായിട്ടുള്ള രാജേന്ദ്ര ആർലേക്കർ നേരിട്ട് നിയമിച്ചു എന്നുള്ളതാണ് SFIക്കാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. അവരുടെ പ്രധാനപ്പെട്ട ആരോപണം അതാണ്. സംഘപരിവാറുകാരനായിട്ടുള്ള ഗവർണർ നിയോഗിച്ച സിസ തോമസ് ശരിയല്ല, സംഘപരിവാറുകാരനായിട്ടുള്ള ഈ ഗവർണർ നിയമിച്ച കേരള സർവകലാശാല VC മോഹൻ കുന്നുമ്മൽ ശരിയല്ല. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ പറയുന്ന തൊടുന്യായങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവരവിടെ കാലടി സർവകലാശാലയിൽ കഴിഞ്ഞ ഒരു മാസത്തോളമായി സമരം തുടങ്ങിയിട്ട് ആ സമരം അക്രമാസക്തമായ നിലയിലേക്ക് മാറിയിരിക്കുന്നു. ഇങ്ങനെ പ്രാകൃതമായിട്ടുള്ള പ്രതീകാത്മക ശവസംസ്കാരത്തിലേക്ക് മാറിയിരിക്കുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സിസ തോമസിന് പരാതികളില്ല. അവർ ആദ്യം സ്വീകരിച്ച നിലപാടിതാണ്, എന്തെങ്കിലുമൊക്കെ ആയിക്കൊള്ളട്ടെ, അതാ വഴിക്ക് പോകട്ടെ, എനിക്ക് യാതൊരു പരാതിയുമില്ല എന്നായിരുന്നു സിസ തോമസിന്റെ നിലപാട്. എന്നാൽ ഇക്കാര്യത്തിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഇടപെട്ടതോടുകൂടി സിസ തോമസ് തന്റെ നിലപാട് മാറ്റി. അവർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി, ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകി, ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിക്ക് പരാതി നൽകി, ഗവർണറെ കാര്യം ബോധിപ്പിച്ചു. അങ്ങനെ സംഗതി സീരിയസ് ആയിരിക്കുകയാണ്. ഗവർണർ അതിനിടയിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു നടപടിക്ക് അദ്ദേഹം മുതിർന്നു. എന്താണ് ആ നടപടി? DGP രവിള ചന്ദ്രശേഖരനെ ലോക് ഭവനിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ചോദിച്ചു, എന്താണ് സിസ തോമസിന് എതിരായിട്ടുള്ള ഈ പ്രാകൃതമായിട്ടുള്ള ശവസംസ്കാര, പ്രതീകാത്മകമായിട്ടുള്ള ശവസംസ്കാരവും അവർക്കെതിരായിട്ടുള്ള അക്രമവുമായി ബന്ധപ്പെട്ട് എന്താണ് പോലീസ് നൽകാനുള്ള വിശദീകരണം? എത്ര പേരെ നിങ്ങൾ അറസ്റ്റ് ചെയ്തു? എത്ര പേർക്കെതിരെ കേസെടുത്തു? രാജേന്ദ്ര ആർലേക്കർ DGP രവിള ചന്ദ്രശേഖരനോട് ചോദിച്ചു. അതിൻ്റെ കേസിന്റെ വിശദാംശങ്ങൾ, പോലീസ് നടപടികൾ എല്ലാം വിശദീകരിക്കാൻ ഗവർണർ ആവശ്യപ്പെട്ടു. ഒന്നോർത്തു നോക്കുക, ഒരു ഗവർണർ DGPയെ വളരെ അത്യപൂർവമായി മാത്രമേ വിളിച്ചു വരുത്തുകയുള്ളൂ. അങ്ങനെ അത്യപൂർവമായിട്ടുള്ള ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ആർലേക്കർ രവിള ചന്ദ്രശേഖരനെ വിളിച്ചു വരുത്തിയത്. രവിള ചന്ദ്രശേഖർ പറഞ്ഞു, ഇതുവരെ 19 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗവർണർ ചോദിച്ചു, എത്ര പേരെ അറസ്റ്റ് ചെയ്തു? 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗവർണർ ചോദിച്ചു, എത്ര പേർ അതിൽ SFIക്കാരുണ്ട്? ഇവരൊക്കെ SFIക്കാരാണോ? രവിള ചന്ദ്രശേഖർ പറഞ്ഞതല്ല, 2 പേരെ SFIക്കാരായിട്ടുള്ളൂ. 4 പേരിലെ 2 പേർ മാത്രമേ SFIക്കാരുള്ളൂ. ബേസിലും വിജീഷും ഇവർ 2 പേരുമാണ് SFIക്കാർ. ബാക്കി 2 പേർ പുറത്തുനിന്ന് വന്ന SFIയുടെ പേരിൽ
കടന്നു കയറിയവരാണ്. നെവിൻ എന്ന് പറയുന്നയാൾ, യദു കൃഷ്ണൻ എന്ന് പറയുന്നയാൾ, ഇവർ രണ്ടുപേരും പുറത്തു നിന്ന് വന്നവരാണ്. അങ്ങനെ പുറത്തു നിന്ന് കടന്നു കയറി, സർവകലാശാലയിലേക്ക് കടന്നു കയറി അവിടെ അക്രമാസക്തമായ സമരം അഴിച്ചുവിടുകയായിരുന്നു. ഈ 19 പേരിലെ 4 പേരെ മാത്രമേ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അതിലെ 2 പേർ മാത്രമേ SFIക്കാരുള്ളൂ. ബാക്കിയുള്ളവരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ഗവർണർ ഉത്തരവിട്ടിരിക്കുകയാണ്. രവീന്ദ്ര ചന്ദ്രശേഖർ അതിനനുസരിച്ച് നടപടികൾ കൈക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അന്ന് ഈ സമരത്തിൽ ആവേശപൂർവ്വം നേതാക്കൾ കാണിച്ച ഈ ആവേശത്തിൽ എടുത്തു ചാടിയ പാവപ്പെട്ട വിദ്യാർത്ഥികളുണ്ടല്ലോ, അവരൊക്കെ തന്നെ ഈ 19 പേരിൽ പെടും. അവരുടെയൊക്കെ തന്നെ ഭാവി അവതാളത്തിലാകും. ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. വനിതാ വൈസ് ചാൻസലറെ ആക്രമിച്ചു, ഒരു വനിതയെ ആക്രമിച്ചു എന്നടക്കമുള്ള നിരവധി ഗൗരവമുള്ള വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാവപ്പെട്ട നേതാക്കന്മാരുടെ ഈ വിടുവായുത്തരത്തിൽ ചാടിക്കേറി ആവേശം കാണിച്ച ഈ പാവപ്പെട്ട വിദ്യാർത്ഥി പറഞ്ഞല്ലോ, നേരത്തെ 2 പേർ വെളിയിൽ നിന്ന് വന്നതാണ്. അത്തരക്കാരുടെ ആഹ്വാനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സമരം നടത്തിയ ബാക്കി ഈ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാവി എന്താണെന്ന് കണ്ടറിയാം. അവർ കേസും കൂട്ടവും കോടതിയുമായി അവരുടെ ജീവിതം തീരും. ഇനി മറ്റൊന്നു കൂടിയുണ്ട്, അവിടെ TC വാങ്ങി അവിടെ നിന്ന് വിദ്യാർത്ഥികൾ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഗുരുതരമായിട്ടുള്ള കാര്യം. കാലടി സർവകലാശാലയിൽ കേന്ദ്ര സിലബസിൽ ആ സർവകലാശാലയിൽ എത്തിയിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് BA B.Ed കോഴ്സിൽ ചേർന്നവർ ഇപ്പോൾ TC വാങ്ങി പോവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ദേശീയ തലത്തിലുള്ള പ്രവേശന പരീക്ഷ പാസ്സായി വന്ന 90% മാർക്കിലധികം മേടിച്ചുള്ള മിടുക്കരായിട്ടുള്ള കുട്ടികളാണ്. അവർ ഈ SFIയുടെ ആഭാസ സമരം കാരണം, SFIക്കാരുടെ ഈ ഗുണ്ടായിസം കാരണം അവർക്ക് പഠിക്കാൻ കഴിയുന്നില്ല. അവർ പഠിക്കാൻ വേണ്ടി വന്ന കുട്ടികളാണ്, അവർക്ക് അവിടെ പഠിക്കാൻ കഴിയുന്നില്ല. നേരം വെളുക്കുമ്പോൾ അവിടെ SFIക്കാർ കൊടികുത്തിക്കൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയാണ്. അവിടെ കുട്ടികളെ പഠിക്കാൻ അനുവദിക്കുന്നില്ല. അത്തരത്തിലുള്ള സാഹചര്യം ഈ പറയുന്ന കാലടി സർവകലാശാലയിൽ SFIക്കാർ ഉണ്ടാക്കിയെടുത്തതോടുകൂടി അവിടെ നിന്നും മിടുക്കികളായിട്ടുള്ള വിദ്യാർത്ഥികൾ അവിടെ നിന്ന് TC വാങ്ങി പ്രാണരക്ഷാർത്ഥം ഓടുകയാണ് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന ഏറ്റവും പുതിയ വാർത്ത. അതുകൊണ്ട് തന്നെ SFIയുടെ ഇത്തരം പ്രാകൃതമായിട്ടുള്ള ഈ സമര പരിപാടികൾ അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. ഒരു സർവകലാശാല VCയെ പ്രതീകാത്മകമായി ശവസംസ്കാരം നടത്തുക, അവർ വിശ്വസിക്കുന്ന സഭയുടെ മരണാനന്തര ശുശ്രൂഷ റെക്കോർഡിട്ട് അതിനൊപ്പം കേൾപ്പിക്കുക തുടങ്ങിയിട്ടുള്ള നികൃഷ്ടമായിട്ടുള്ള ഇത്തരം സമരങ്ങൾ അവസാനിപ്പിച്ചെങ്കിൽ മാത്രമേ കേരളത്തിലെ വിദ്യാഭ്യാസം രക്ഷപ്പെടുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ആഭാസ സമരങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മുടെ പുതിയ തലമുറ ഇവിടുന്ന് പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടുന്നത്. അയർലൻഡിലേക്കും മറ്റേതെങ്കിലും രാജ്യമായിക്കോട്ടെ, കിട്ടിയ രാജ്യത്ത് പോയി പഠിക്കാം എന്ന് കരുതിക്കൊണ്ട് ഇവിടുത്തെ യുവതലമുറ നാട് വിടുന്നത് ഇത്തരത്തിലുള്ള ആഭാസ സമരങ്ങൾ മൂലമാണ്. ഇവിടെ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം, SFIക്കാർ സമരം ചെയ്യുന്നത് ഈ പറയുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർവകലാശാലകൾ മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും ഒരു സ്വകാര്യ കോളേജിൽ ഇത്തരത്തിൽ നടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടുമില്ല. അവിടെങ്ങും തന്നെ SFIക്കാരില്ല. അവിടെങ്ങും തന്നെ ഇവർക്ക് കൊടിപിടിക്കേണ്ട, അവിടെങ്ങും തന്നെ ഇവർക്ക് വിദ്യാർത്ഥികളെ രാഷ്ട്രീയമായി പ്രബുദ്ധരാക്കേണ്ടതില്ല. അവിടൊന്നും തന്നെ SFIക്കാരില്ല. അതുകൊണ്ട് സ്വകാര്യ കോളേജുകളിൽ പണക്കാരൻ്റെ മക്കൾ അവിടെ നിന്ന് പഠിക്കുമ്പോൾ ഇവിടെ പാവപ്പെട്ടവൻ്റെ മക്കൾ ഈ SFIക്കാരുടെ ഇത്തരം പ്രാകൃത സമരങ്ങളിൽപ്പെട്ട് അവരുടെ അധ്യയന വർഷം നഷ്ടപ്പെടുത്തുകയാണ്. അവരുടെ കണ്ടക ശനികാലത്താണ് ഇത്തരത്തിൽ SFIക്കാരുടെ യൂണിറ്റുള്ള സർക്കാരിൻ്റെ സർവകലാശാലയിൽ ചേർന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം SFIക്കാരുടെ ഒരു കൊടിയും ഒരു സ്വകാര്യ കോളേജുകളിലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരെപ്പോഴും ഉന്നം വെക്കുന്നത് ഈ പാവപ്പെട്ട സാധാരണക്കാരൻ്റെ മക്കൾ പഠിക്കുന്ന ഇത്തരം യൂണിവേഴ്സിറ്റികളാണ്. ഈ SFIക്കാർ അഴിഞ്ഞാടുന്നതും 100 കണക്കിന് പേരെ കേസിൽ കുടുക്കി അവരുടെ ഭാവി ഇല്ലാതാക്കുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.